ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഇന്ന് ഞാനൊരു സാറ്റർഡേ വ്ളോഗാണ് ചെയ്യുന്നത്. ഇതിപ്പം ലോക്ക്ഡൗൺ ഡേയ്സ് ആണ്. നമ്മുടെ കൊറോണയുടെ പ്രശ്നം കാരണം 21 ദിവസത്തെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഒരു ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഒരു ജീവിത രീതി വളരെ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മുടെ റൂട്ടീനൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. ഭയങ്കര ലേസി ആയിട്ടാണ് ഇപ്പോഴത്തെ ദിവസം മൊത്തം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബിജുവിന് വർക്ക് ഫ്രം ഹോമാണ്. ഇപ്പം എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഓർഡേഴ്സ് ഒന്നുമില്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. അപ്പം ഞാനും കുറച്ച് ഉഴപ്പാണ്. അപ്പം സാധാരണ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണീക്കും. എന്ന് വെച്ചാൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കാര്യങ്ങൾ തീർന്നാലും ഈ പിള്ളേരൊക്കെ എണീറ്റ് വരുമ്പോൾ എങ്ങനെ വന്നാലും 11:30. ബിജുവിനാണെങ്കിലും 11 മണിയുടെ ഷിഫ്റ്റാണ്. അപ്പം 11 മണിയൊക്കെ ആകുമ്പോഴേ ബിജു എണീക്കത്തുള്ളൂ. നേരെ പല്ല് വെച്ച് നേരെ അങ്ങോട്ട് സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലോട്ട് കയറിയിരിക്കത്തുള്ളൂ. പക്ഷെ ഇന്ന് സാറ്റർഡേ ആയപ്പോഴത്തേക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ 7 മണിയുടെ അലാറം വെച്ചിട്ട് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ 10 മണിക്കാണ് എണീറ്റത്. അപ്പം 10 മണി ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിലോട്ട് കയറുന്നത് തന്നെ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ ചോറിടാം, അല്ലെ പിന്നെ ചൂടങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അടുക്കള നിൽക്കാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ ന്യൂസും കൂടെ കേൾക്കും. ഇപ്പം ഈ കൊറോണയുടെയൊക്കെ ന്യൂസ് എപ്പോഴും രാവിലെ എണീറ്റ് ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻട്രസ്റ്റിംഗ് എന്നുള്ളതിനെക്കാട്ടിലും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ് എന്തായി എന്നുള്ളത്. അപ്പം ഇന്ന് 28 മാർച്ച് 2020 നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കൊറോണ ഡെത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഈ വ്ളോഗ് എടുക്കുന്ന അന്ന് കേട്ടോ. അപ്പോൾ അതും ഒരു ദുഃഖകരമായ വാർത്തയാണ് ഇതിനിടയിലുള്ളത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ആദ്യം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കിയത്. ആദ്യം തന്നെ ചോറും കറികളും അങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം എല്ലാ സാധനങ്ങളും ഇച്ചിരി പിടിച്ചാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഒടിയമ്പയർ മെഴുക്കുവരട്ടിയാണേ. അപ്പം മെഴുക്കുവരട്ടിയല്ല, ഞാൻ ഈ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് വയ്ക്കുന്നത്. അത് എളുപ്പമാണ്. സാധാരണ പോലെ നമ്മൾ കടുക് താളിച്ചേച്ച് സവോള വഴറ്റി അതിലോട്ട് പച്ചമുളകും പിന്നെ നമ്മൾ ഒടിയമ്പയറും കൂടെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വഴറ്റുകയോ ചെയ്തുള്ളൂ. വെള്ളം പോലും ഒഴിക്കത്തില്ല. കുറച്ച് നേരം അതിൽ തന്നെ കുറഞ്ഞ തീയിൽ വെച്ച് ഇങ്ങനെ വഴറ്റിയെടുക്കത്തേ ഉള്ളൂ. അതോടെ നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായി. അപ്പോൾ അത് ഇരുമ്പ് ചീനച്ചട്ടിയിലാകുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റും കൂടെ ഉണ്ട്. അപ്പം അതിലിരുന്ന് ആ ഒരു ചൂടിലിരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരുമ്പ് ചീനച്ചട്ടി തന്നെയായിട്ട് ഞാൻ എടുക്കുന്നത്. അല്ലാതെ വെള്ളം ഒഴിക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയിക്കോളും. അപ്പം ഇത് കൂടിയ തീയിൽ ഇത് വെച്ച് ചെയ്തിട്ട് അതങ്ങോട്ട് മാറ്റി ചെറിയ സ്റ്റോവിലോട്ട് അങ്ങോട്ട് വയ്ക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബിജുവിന് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബിജു ഇപ്പം ഫോട്ടോഗ്രാഫി പരിപാടിയാണ്. DSLR-ഉം അതുമൊക്കെ വെച്ച് ഫോട്ടോഗ്രാഫി എടുത്തിരുന്ന ബിജു ഇപ്പം ഫോണിലാണ്, ഇപ്പം മൊബൈൽ ഫോട്ടോഗ്രാഫിയിലേക്കാണ് ഇപ്പം തിരിഞ്ഞേക്കുന്നത്. അപ്പം ഇതുപോലത്തെ സാധനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫോണും തപ്പി പിടിച്ചുകൊണ്ട് വരും. അപ്പം ഇപ്പം അതാണ് ബിജുവിൻ്റെ ഒരു ഹോബി. അപ്പോൾ ഞാൻ ഏതാണ്ട് ഇതെല്ലാം കഴിഞ്ഞ് 11:30 ഒക്കെ ആവാറായി കേട്ടോ. ഇപ്പോഴും അന്ന എണീറ്റിട്ടില്ല. അന്നയാണ് ഇവിടെ ഏറ്റവും ലാസ്റ്റ് എണീക്കുന്ന ആൾ. അപ്പോൾ ഞാൻ ഒരു കറി ഏതാണ്ടൊക്കെ ആയി. കഞ്ഞി ഇവിടെ ചോറുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൽ അരിയിട്ട് ഒരു 2-3 ചീറ്റി കഴിയുമ്പോഴത്തേക്കും അത് പിന്നെ ആവിയെല്ലാം പോയി തുറന്ന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങൂറ്റിക്കളയും. അങ്ങനെയാണ് കേട്ടോ. ഇടയ്ക്ക് ആരൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് കുക്കറിൽ ചോറ് വയ്ക്കുന്നതെന്നുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പം ക്യാരറ്റ് മെഴുക്ക് വരട്ടിയാണ് വയ്ക്കുന്നത്. അതും ഇതുപോലെ സവോള വഴറ്റിയിട്ട് മസാലപ്പൊടി ഇട്ട്, അതായത് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, അതും ഉപ്പും കൂടി ഇട്ട് ക്യാരറ്റ് കുഞ്ഞുഞ്ഞായിട്ടല്ല ഇങ്ങനെ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കുക്കറിലോട്ട് അങ്ങോട്ട് വെച്ച് ചീറ്റിച്ചെടുക്കും. അത്രയേ ഉള്ളൂ. ഇച്ചിരി വെള്ളം ഒഴിക്കത്തുള്ളൂ, അധികം വെള്ളം ഒഴിക്കത്തില്ല. അപ്പോൾ വെള്ളം പോലെ വരത്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. പെട്ടെന്നാണ് കറിയെല്ലാം റെഡിയായി. ഇനി ഇച്ചിരി മോരും കൂടെ കാച്ചണമെന്നുണ്ട്. അത് പിന്നെ ചോറ് ഉണ്ണുന്ന സമയമാകുമ്പോഴത്തേക്കും കാച്ചാമെന്ന് വിചാരിച്ചു. അപ്പം ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ ആയി. ചോറും വാർത്ത് വെച്ചു. ഇനിയിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പം ഉടായ്പ പരിപാടികളൊക്കെയാണ് മിക്കവാറും നടക്കുന്നത്. അപ്പോൾ തലേന്നേ അന്ന പറഞ്ഞായിരുന്നു അന്നയ്ക്ക് റൊട്ടി മതിയെന്ന്.
ഒറോട്ടിയോ എന്താണ് നിങ്ങളുടെ അവിടെ അതിന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടെ ഇച്ചിരി കട്ടിക്ക് കുഴയ്ക്കും. അപ്പം ഞാൻ കുഴച്ച് വന്നപ്പോൾ ഇച്ചിരി ലൂസായിപ്പോയി. കുറച്ച് കട്ടിക്ക് കുഴച്ചിട്ട് അതിലോട്ട് തേങ്ങായും ഇച്ചിരി ഉപ്പിട്ട് കുറച്ച് തേങ്ങ ചുരണ്ടിയതും കൂടി ഇട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് പരത്തുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇച്ചിരി ലൂസായി പോയതുകൊണ്ട് ഞാൻ പിന്നെ തവിയിൽ കോരി ഒഴിക്കുകയാണ് ചെയ്തത്. നമ്മൾ കൈ കൊണ്ട് പരത്തും. എന്നിട്ട് കുറച്ച് വെള്ളം തൊട്ട് കൈ വെച്ച് തന്നെ പരത്തിയെടുക്കും. കൈപ്പത്തിരിന്നോ റൊട്ടിന്നോ ഒക്കെ പല പേരുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിപ്പം പെട്ടെന്നുള്ള പരിപാടിക്ക് മിക്കവാറും ഇതുണ്ടാക്കുന്നത് നമ്മൾ റൊട്ടി എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഇത് ഞങ്ങൾ കട്ടൻ ചായയും കൂടെ ചേർത്താണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു റൊട്ടി മതിയായിരിക്കും ഒരാൾക്ക്. എന്നിട്ട് ഇത് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് ചുട്ടെടുക്കും. എന്നിട്ട് ഇതൊരു പാത്രത്തിലെടുത്തിട്ട് ആ പാത്രത്തിലോട്ട് ഇച്ചിരി കട്ടൻ ചായ ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇവിടെ പിള്ളേർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബിജുവിന് അത്ര ഇഷ്ടമില്ല, എങ്കിലും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ കട്ടൻ ചായയും കൂടെ റെഡിയാക്കി. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യവും കഴിഞ്ഞു. ഇത്രയൊക്കെ ആയി കഴിഞ്ഞിട്ടും സമയം 12:15. അപ്പം അതൊക്കെ തന്നെ ബിജുവും ആനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എഴുന്നപ്പോഴത്തേക്ക് ഞാൻ പോയി കുളിച്ച് റെഡിയായി വന്നു. എനിക്ക് കുളിക്കാനായിട്ട് പറ്റത്തില്ല, മേലെഴുകാനേ പറ്റത്തുള്ളൂ, കാരണം തൊണ്ടവേദനയും ചുമയൊക്കെ ഉണ്ട്. അന്ന ഇപ്പോഴും അങ്ങോട്ട് റെഡി ആയിട്ടില്ല. അന്ന പതുക്കെ എണീറ്റ് പല്ല് കഴിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടേ ഉള്ളൂ. ഇതേ കണ്ട സമയം 12:15. അപ്പോഴത്തേക്കും അന്ന എണീറ്റ് വരുന്നതേ ഉള്ളൂ. ആനി ഫുഡ് കഴിക്കാറായി. അപ്പം ഞാൻ പതുക്കനെ പോയി റെഡി അയച്ച് വരാം. ഞാൻ കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ 12:45. ഇനിയാണ് ഞാനും അന്നയും കഴിക്കാൻ പോകുന്നത്. ആനി കഴിച്ചു കഴിഞ്ഞല്ലേ? ആനി കഴിച്ചു കഴിഞ്ഞില്ലേ? അന്ന വേണ്ട കുളിച്ചിട്ട് പോലും ഇല്ല. അന്നയ്ക്കിപ്പോൾ കുളിയും തേവാരം ഒന്നും ഇല്ല. അന്നയൊക്കെ ഇപ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ അല്ലേ കുളിക്കുന്നത് അല്ലേ? പണ്ടേ കുളിയില്ല, ഇപ്പോൾ പിന്നെ കുളിക്കുന്നില്ല. എന്തിനല്ല കുളിച്ചിട്ടല്ലേ? ഇപ്പം നമുക്ക് ചെറുതായിട്ട് ചുമ തുടങ്ങിയിട്ടുണ്ട്. ഇനി കോവിഡാണോടി? എനിക്ക് ചുമയുണ്ട്, അന്നയ്ക്ക് ചുമയുണ്ട്. ഇനി അത് ഇവക്കും കൂടെ കിട്ടിയാൽ പൂർണ്ണമായി നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാം. ഇപ്പം കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി വന്നേ ഉള്ളൂ. എനിക്ക് വയ്യാഞ്ഞിട്ട്. ഇനിയിപ്പം എനിക്ക് ചെറിയ തൊണ്ടവേദനയും ചുമയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഇവക്ക് പിടിച്ചെങ്കിൽ ഇപ്പം ഇനി ഇവക്കും കൂടെ ആയിക്കോളും. അപ്പം ഇനിയും നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നടക്കത്തില്ല. 1 മണിയാവാൻ പോകുന്നു. അപ്പം നമുക്ക് പോയി കഴിക്കാം അല്ലേടി? എന്നാ കഴിക്കാം. ഹലോ, എന്ത് പറ്റി? വേണ്ടേ? ഇനി എന്ത് ചോറ് മതിയോ? ഊണ് മതിയോ? കഴിക്കണ്ടേ? എന്നാ പറഞ്ഞത്? അവള് പറഞ്ഞിട്ടാ റൊട്ടി ഉണ്ടാക്കി. ആനി ഒരു പപ്പായി പറഞ്ഞേ. അപ്പം ഇനി നമ്മൾ കഴിച്ചിട്ട് കാണാവേ. അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കിയിടുക എന്നുള്ളതാണ്. ഇത് സ്ഥിരമായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. ആകെ അങ്ങ് മെസ്ഡപ്പ് ആകുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ അന്നേനെ കൊണ്ട് അവരുടെ കളിപ്പാട്ടമെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വയ്ക്കും. അത് ഈ ഒരു മുറിയിലത്തെ മാത്രമേ ഉള്ളൂ കേട്ടോ, നമ്മൾ ഇരിക്കുന്ന ഒരു മുറിയിലത്തെ. അവളുടെ മുറിയിലേക്ക് എല്ലാം കൂമ്പാരം കൂടി കിടക്കുമായിരിക്കും. അത് വല്ലപ്പോഴും ഒക്കെ ഒന്ന് 2-3 ദിവസം കൂടുമ്പോഴൊക്കെയുള്ള വൃത്തിയാക്കലൊക്കെ ഉള്ളൂ. പിന്നെ മൊത്തത്തിൽ അങ്ങ് അലമ്പായി തുടങ്ങുമ്പോഴത്തേക്ക് ഒരു 3 ദിവസം 2 ദിവസമൊക്കെ കൂടുമ്പോഴാണ് മൊത്തത്തിലൊന്ന് തൂത്ത് ക്ലീനാക്കിയൊക്കെ ഇടുന്നത്. അല്ലാതെ എല്ലാ ദിവസവും ക്ലീനാക്കുന്ന പരിപാടിയൊന്നും ഇല്ല. പിന്നെ ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ പത്രം വായിക്കാനായിട്ട് മുറ്റത്തോട്ട് ഇറങ്ങുന്നത്. ഈ ഗേറ്റൊക്കെ തുറന്നിട്ട് തന്നെ ദിവസങ്ങളായി കേട്ടോ. പാലൊക്കെ ഇപ്പോൾ കൊണ്ട് തരുന്നതായതുകൊണ്ട് നമ്മളിവിടെ ഒരു കവറ് തൂക്കിയിടും. അപ്പോൾ AM നീഡ്സ് എന്ന് പറയുന്ന ആപ്പ് വഴി നമുക്ക് പാലൊക്കെ വീട്ടിൽ കൊണ്ട് തരുന്നതുകൊണ്ട് നമ്മൾ ഒന്നിനും പുറത്തിറങ്ങാറില്ല ഇപ്പം. അപ്പം വേണ്ട പത്രം എത്തി. ഇപ്പം ഇനി ഇതിന് ശേഷം കുറച്ച് നേരം പത്രം വായന, അതായത് ബുക്ക് വായന, കുറച്ച് ഡയറി എഴുത്ത്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എംബ്രോയ്ഡറിയുടെ ഒരു സോഫ്റ്റ്വെയർ ഞാൻ വാങ്ങിച്ചായിരുന്നു. എംബ്രോയ്ഡറി നമുക്കൊരു പടം എടുത്തിട്ട് അതിനെ സ്റ്റിച്ചാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് പുതിയ ഒന്നേന്ന് പഠിക്കുന്ന പരിപാടികളൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെൻ്റെ ലൈഫ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ പുതിയ ലൈഫ് ഗോളൊക്കെയാണ് കേട്ടോ, ചിരിക്കരുത്. അപ്പം ഇതൊക്കെ എല്ലാ ദിവസവും ഓർക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രിൻ്റൊക്കെ എടുത്ത് വെച്ചേക്കുക. പിന്നെ ഇത് നമ്മുടെ പഠിക്കാനുള്ള
കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല, എംബ്രോയ്ഡറി സോഫ്റ്റ്വെയർ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ്. ടൂൾസും കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുകൊണ്ടിരിക്കുവാണ്. ഇടയ്ക്ക് പഠിക്കും, ഇടയ്ക്ക് ഉറക്കം വരും, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ കുറച്ച് ബുക്സ് വായന, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ. മൊത്തം നേരം ഇതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനൊന്നും പറ്റാറില്ല. കുറച്ച് നേരം ഇരിക്കും, അത് കഴിയുമ്പോൾ പിന്നെയും അടുക്കളയിൽ പോകേണ്ടി വരും. ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ കാര്യം, പിന്നെ കൊച്ചിന് ഫുഡ് കൊടുക്കേണ്ടി വരും. ആനിയൊന്നും അങ്ങനെ എല്ലാം തന്നെ ചെയ്യുന്നൊരു പരുവമൊന്നും എത്തിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവളുടെ പുറകെ നടക്കലാണ് ഇപ്പം മെയിനായിട്ടും. അല്ലെങ്കിൽ പിന്നെ അമ്മ നോക്കിക്കോളുമല്ലോ. ഒരു 10 മണിയാകുമ്പം മിക്കവാറും അമ്മയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ടാണ് എൻ്റെ പരിപാടികളെല്ലാം മെയിനായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ അങ്ങനെ കൊണ്ടുവിടാൻ ഒരു വഴിയില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ പത്രം വായന തുടങ്ങിയപ്പോഴത്തേക്കും ബിജു പതുക്കനെ 1:30 കേട്ടോ സമയം. ബിജു പതുക്കനെ ഒരു നമ്മുടെ ആമസോൺ പ്രൈമിൽ ഏതോ സിനിമ പൊറിഞ്ചു മറിയം ജ്യൂസ്, ഒരുവിധം എല്ലാ സിനിമയും കണ്ടു കഴിഞ്ഞു നമ്മൾ. ഇനിയിപ്പോൾ ഉള്ള ഉടായ്പ സിനിമയെല്ലാം കാണാമെന്ന് വിചാരിച്ചിട്ട് ഒരു സിനിമ ഇടാനുള്ള പരിപാടിയിലേക്കാണ്. അപ്പം പിള്ളേരുടെ കയ്യിൽ നിന്ന് നമുക്ക് ടി വി കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് ഇതുപോലെ ഈ സാറ്റർഡേ സൺഡേസ് മാത്രമാണ്. അല്ലാത്ത ദിവസം മൊത്തം ഇവരുടെ കയ്യിലാണ് ഈ ടി വി ഇരിക്കുന്നത്. അപ്പം ആ ടൈമിൽ ഇവർ വേറെ വല്ല പരിപാടിയും നോക്കും. അപ്പം സിനിമ കാണലാണ് ഇപ്പം പരിപാടി. അതിനിടയ്ക്ക് ആമി കളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവർക്കുമൊക്കെ അങ്ങ് ബോറടിയാണ്, എന്തോ ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് സമയം 3 മണി ആവാറായി. സിനിമ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ഞാൻ ഇച്ചിരി മോര് കാച്ചാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പെട്ടെന്നൊരു മോര് കാച്ചി ഊണ് കഴിച്ചേക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം പിള്ളേർക്ക് ഈ പച്ചക്കറിയും ഇതൊന്നും വേണ്ട. അപ്പം നമ്മളിപ്പോൾ നോയമ്പെടുക്കുന്നൊന്നുമില്ല, നോയമ്പൊക്കെയാണ്. പക്ഷേ പിള്ളേർക്ക് ഇറച്ചിയും മീനും ഇതൊക്കെ തന്നെ വേണ്ടതുകൊണ്ട് നമ്മൾ നോയമ്പിലേക്കൊന്നും കടന്നിട്ടില്ല. അതുകൊണ്ട് ഇനി ഒരു മുട്ടയും കൂടെ പൊരിച്ചേച്ച്, അന്നയ്ക്ക് മുട്ടയോ എന്തെങ്കിലുമൊക്കെ വേണം. അതുകൊണ്ട് പിന്നെ മുട്ട പൊരിച്ച് നമ്മൾ ഊണിലേക്ക് കടക്കുവാണ്. ഊണ് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം കൂടെ സിനിമയും കണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം ഇത് ഈ ശനിയാഴ്ചത്തെ ഒരു റൂട്ടീനായി പറഞ്ഞത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജു ഒരു 11 മണിയാകുമ്പോഴത്തേക്കും ഇതിൻ്റെ വർക്ക് ഫ്രം ഹോമാണ്. ബിജു ഒരു മുറി അടച്ച് പണിയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടൊരു 11:30 രാത്രി 2 മണി വരെയൊക്കെ ചിലപ്പോൾ ഇരുന്ന് ജോലി ചെയ്ത് കളയും. പിന്നെ നമ്മൾ 3 പേരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കൽ, അത് കഴിഞ്ഞ് ഇവർ ടി വി കാണൽ, ഇതിനിടയ്ക്ക് ഞാൻ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കൽ, വായിച്ച് ഉറങ്ങിപ്പോകൽ, ഇതൊക്കെ തന്നെയാണ് നമ്മളെ പരിപാടി. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. ഞാൻ ഒന്ന് തയ്ക്കാനായിട്ടാണോ എങ്കിലും, അല്ലേ ഇപ്പം ലാപ്ടോപ്പിലൊന്നും ഇരിക്കാനാണേലും, എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാനാണേലും ഒരു രക്ഷയില്ല. കാരണം ഹൈ വോളിയത്തിലാണ് ഇവിടെ ടി വി വെക്കുന്നത്. ഇവരോട് കുറച്ച് വയ്ക്കാൻ പറഞ്ഞാലൊന്നും കുറയ്ക്കത്തില്ല. എന്നാൽ ഈ പിള്ളേർ കിടന്ന് ഉറങ്ങുമോ അതുമില്ല. അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പോയി ചെയ്യാം, അതും നടക്കില്ല. അപ്പം അതാണ് ഇപ്പോഴത്തെ ഒരു റൂട്ടീൻ. അപ്പം അങ്ങനെ പോകുന്ന കാര്യങ്ങളെല്ലാം. ഇപ്പം 4 മണി, നമ്മുടെ സിനിമയെല്ലാം തീർന്നു. നമ്മുടെ പൊറിഞ്ചു മറിയം പൊട്ടപ്പടമായിരുന്നു അല്ലേടി? പൊട്ടപ്പടമായിരുന്നു. വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു, വെറുതെ കണ്ടോണ്ടിരുന്നു. അപ്പോൾ ഇനി എല്ലാവരും മരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് മരിച്ചു. പിന്നെ ഇനിയിപ്പം ഇവരുടെ നോർമൽ ടി വി കാണൽ അവരങ്ങ് തുടർന്നോളും. ഒന്നെങ്കിൽ സ്ഥിരം ഇവർ എന്തെങ്കിലും വെച്ചുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ ബ്രൈറ്റ് സൈഡ്, അല്ലെങ്കിൽ എന്തോ ഒരു സിംഗപ്പൂരിയൻസിൻ്റെ ഒരു ചാനലുണ്ട് അന്നയ്ക്ക്, ജാൻ ഹൗട്ടൻ അല്ലേ? അത് റൂം 5 minutes. ഓ, അപ്പോൾ അതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തൊന്നും വലിയ ഹാൻഡൊന്നും ഇല്ല. നമുക്ക് നമ്മൾ ഫോണിലുള്ള പരിപാടിയുള്ളൂ, നമുക്ക് ടി വി കാണാനൊന്നും പറ്റത്തില്ല. പിന്നെ ഈ ശനി ഞായറൊക്കെ ആകുമ്പം ബിജു എന്തെങ്കിലും സിനിമ വെച്ചാൽ നമുക്ക് കാണാൻ കിട്ടും, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കിട്ടില്ല. ഇനിയിപ്പം കുറച്ച് നേരം ചിലപ്പം ഇനി ഇവളെ ഉറക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പം ഇവള് കണ്ടിന്യൂസ് ഇനി ഒരു 11:30 വരെ, രാത്രി 11:30 വരെ ഇങ്ങനെ തന്നെ എണീറ്റിരുന്നിട്ട് പിന്നെ അങ്ങ് ഉറങ്ങത്തേ ഉള്ളൂ. പിന്നെ പകലുറക്കം
അങ്ങനൊന്നുമില്ല. പിന്നെ എനിക്കിങ്ങനെ ഇരുന്ന് തൂങ്ങുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പം ചാരുകസേര എടുത്തുകൊണ്ട് വന്നിട്ട് കിടന്നൊന്ന് ഉറങ്ങും, അത്രേ ഉള്ളൂ. ഇപ്പം ബിജു ഇനി പോയി ചിലപ്പോൾ കിടന്നുറങ്ങും, അല്ലെങ്കിൽ ഇനിയിപ്പം കുറച്ച് ചവറൊക്കെ കത്തിക്കാനുണ്ട്, അപ്പോൾ ആയിട്ട് പോകും. എനിക്കിനി കുറച്ച് എംബ്രോയ്ഡറിയുടെ ഒരു സോഫ്റ്റ്വെയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എംബ്രോയ്ഡറി കൺവേർഷൻ എന്താണെന്ന് പറയുന്നത്, നമ്മളൊരു പടം എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ചായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരെണ്ണം ചെയ്തു നോക്കാനുണ്ട്. അപ്പോൾ ഇനി ഞാൻ അതിലേക്കാണ് പോകുന്നത്. അതിപ്പോൾ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഞാനിനി അതിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ 3 മണിക്ക് അല്ലേ ഫുഡ് കഴിച്ച, ലഞ്ച് കഴിച്ച. അപ്പോൾ ഇനി ഒരു 6 മണിക്ക് മതിയല്ലോ ചായ. അതുകൊണ്ട് ഇനിയിപ്പോൾ 6 മണിക്ക് ചായ വെച്ചാൽ മതി. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ സാറ്റർഡേ വ്ളോഗ്, അത്രേ ഉള്ളൂ. ഇനി വൈകിട്ട് വരെ ഒന്നും കാണിക്കാൻ എനിക്ക് വയ്യ, ഇതൊക്കെ എഡിറ്റ് ചെയ്ത് തീർക്കണ്ടേ. അപ്പോൾ നമ്മൾ ബൈ പറയുവാണ്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ശരി, ഓക്കെ. അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാം.